പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പുത്രനായ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞാൻ അങ്ങയെ അനുസരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ രാജ്യങ്ങളെയും ഇതാ നിൻ്റെ തൃപ്പാദത്തിലേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനുമായി ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുവാക്യമാണ്. അതിപ്രകാരമാണ്: ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് ഒരു സമൂഹത്തിൽ ചെറിയവൻ? ഒന്നുമില്ലാത്തവൻ. അവൻ ചെറിയവനാണ്. ഒന്നും ആകാൻ സാധിക്കാത്തവൻ, അവൻ ചെറിയവനാണ്. പദവികളില്ലാത്തവൻ, പ്രശസ്തി ഇല്ലാത്തവൻ, സമ്പത്തില്ലാത്തവൻ ചെറിയവനാണ്. പീഡിതരായവര്, കടക്കണിയിൽപ്പെട്ടവര്, ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവര്, രോഗപീഡയിൽ കഴിയുന്നവര്, അവർ ചെറിയവരാണ്. അവരെ നോക്കിക്കൊണ്ടാണ്, ചെറിയവനെ നോക്കിക്കൊണ്ടാണ് ഈശോ പറഞ്ഞത്: ചെറിയ അജഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ സ്വർഗീയ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചെറിയവരോട്, എളിയവരോട്, വിധേയത്വമുള്ളവരോട്, വിധേയപ്പെടുന്നവരോട് ദൈവത്തിന് പ്രത്യേകമായ സ്നേഹവും സംരക്ഷണവുമാണ് അവിടുന്ന് ഉറപ്പു തരുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം തിരുവാക്യം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു, അവർക്ക് ശക്തമായ സംരക്ഷണം നൽകുന്നു, ഉറപ്പുള്ള താങ്ങും ചുടുകാട്ടിൽ അഭയകേന്ദ്രവും, ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. തന്നെ സ്നേഹിക്കുന്നവരെ, ചെറിയവരുടെ കാര്യത്തിൽ കർത്താവ് പ്രത്യേകമായി സംരക്ഷണവും അഭയവും കരുതലും നൽകുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് പറയുന്നു: ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ സ്വർഗീയ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ചെറിയവനെ കാണുന്നവനാണ് ദൈവം. 127-ാം സങ്കീർത്തനം 2-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു: കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വിഭവങ്ങൾ നൽകുന്നു. ശ്രദ്ധിക്കുക, 127:2. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വിഭവങ്ങൾ നൽകുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് ജെറുസലേം വചനക്കൂടാരത്തിൻ്റെ അൾത്താരയിൽ ജിജ മോഹനൻ സാക്ഷ്യം നൽകിയത് ചിലരെങ്കിലും കേട്ടിരിക്കും. കഴുത്തിൽ കോളറിട്ട് ഡിസ്കിന് കംപ്ലൈൻറ്റ് വന്ന് നടക്കാൻ പറ്റാതെ കടന്നു വന്ന സഹോദരി തൻ്റെ ഭർത്താവിനോടൊത്താണ് കടന്നു വന്നത്.
എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും പറ്റാത്ത വണ്ണത്തിൽ കടന്നു വന്ന ആ സഹോദരിയുടെ മുമ്പിൽ നിന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഈ മകളെ കാണുന്നുണ്ട്. അവൾ സമൂഹത്തിലെ ചെറിയവളാണ്. അവൾക്ക് ഇരിക്കുവാനോ എഴുന്നേൽക്കുവാനോ സ്വതന്ത്രമായൊന്ന് കരങ്ങൾ ഉയർത്തുവാനോ ദൈവനാമം വിളിക്കുവാനോ സാധിക്കാത്ത വിണ്ണത്തിലാണ് ആ സഹോദരി ഇവിടെ കടന്നു വന്നത്. പ്രാർത്ഥിച്ചതിന് ശേഷം അവളോടായിട്ട് പറഞ്ഞു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അമ്മ തന്നിരിക്കുന്ന ആയുധമാണിത്. സാധിക്കുമ്പോഴൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥന വീട്ടിൽ നിന്ന് നടത്തുക. കൂദാശകൾ സ്വീകരിക്കാൻ കഴിയുമ്പോഴൊക്കെ കടന്നു പോകുവാനായിട്ട് നിർദ്ദേശം നൽകി. സാധാരണയായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുശ്രൂഷ കടന്നു വരുന്ന സഹോദരിയാണ്. ഹൃദയം നുറുങ്ങി മനമുരുകി ദൈവത്തെ വിളിക്കുന്ന സമയത്ത് അവരുടെ പേര് ചൊല്ലി വിളിക്കുകയായിരുന്നു. കർത്താവിൻ്റെ സന്ദേശമനുസരിച്ച് ആ സമയത്ത് തന്നെ കഴുത്തുണ്ടായിരുന്ന കോളർ അഴിച്ചു മാറ്റിക്കൊണ്ട് നടക്കുവാൻ പറ്റാതെ എടുത്തുകൊണ്ടുവന്നിരുന്ന ജിജ ഇതാ നടന്നുകൊണ്ട് ആൾത്താരിലേക്ക് വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് അന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ നിമിഷം ഞാൻ ഓർത്തു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ രോഗപീഠകൾ സഹിച്ചു വരുന്നവർ, ഹൃദയം തകർന്നു വരുന്നവർ, വേദനിച്ച് കടന്നു വരുന്നവർ ദൈവത്തിൻ്റെ മുമ്പിലെ സമൂഹത്തിൻ്റെ മുമ്പിലെ ചെറിയവരാണ്. അവരെ ദൈവം കാണുകയാണ്. കാണുക മാത്രമല്ല, അവൻ്റെ ആവശ്യത്തിൽ ഇടപെട്ട് അവളുടെ കണ്ണുനീരിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ച് യേശുവിൻ്റെ സാക്ഷികളാക്കി മാറ്റുന്ന എത്രയോ അനുഭവങ്ങൾ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലും വചന പ്രഘോഷണ വേദികളിലും താമസയുടെ ധ്യാന മന്ദിരങ്ങളിലുമൊക്കെ നിത്യ സംഭവമാണ് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും. ഈശോ പറയുന്നു, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സൗഖ്യത്തിൻ്റെ രാജ്യം തരാൻ, സമാധാനത്തിൻ്റെ രാജ്യം തരാൻ ഇതാ ദൈവമായ കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. വീണ്ടും ചെറിയവരുടെ കഥ പറയുന്നു, നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. ആരൊക്കെ കരഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ നിലവിളിയാണ് കർത്താവ് കേൾക്കുന്നത്. വചനം നമ്മോട് പറയുന്നു, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചു, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. കണ്ണുനീരിലും ദുരിതത്തിലും അകപ്പെടുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ നല്ല നാളുകളിലും സമയത്തും അസമയത്തും കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെ അവിടുന്ന് ചെവി ചായ്ച്ച് കേൾക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അനുസ്മരിക്കുകയാണ് അനറ്റ് മരിയ എന്ന് പറയുന്ന ഒരു കൊച്ചുമോള് പനി പിടിച്ച് തുള്ളൽ പനി പിടിച്ച് നിൽക്കുന്ന അവസരം അവളുടെ അമ്മ അവളുടെ വായിൽ തെർമോമീറ്റർ വെച്ചുകൊണ്ട് അകത്ത് എന്താ എടുക്കുവാനായി അകത്തേക്ക് പോവുകയാണ്. കുഞ്ഞല്ലേ, അവൾ അത്ര ഗൗരവമായി കരുതിയില്ല. അറിയാതെ പല്ലുകൊണ്ട് കടിച്ചു പൊട്ടി. ആ മെർക്കുറി മുഴുവൻ ഇതാ ഉദരത്തിലേക്ക് അന്നനാളത്തിലൂടെ ചെറുകുടലിലേക്ക് ഇത് പ്രവേശിക്കുകയാണ്. അമ്മ വന്നപ്പോൾ കാണുന്ന കാഴ്ച, തെർമോമീറ്റർ കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. മെർക്കുറി ഇതാ ഉദരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കാറും വിളിച്ചുകൊണ്ട് പായുകയാണ്, നിലവിളിച്ചുകൊണ്ട് പായുകയാണ്, ദൈവമെന്ന് വിളിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്നപ്പോൾ പൊട്ടിയ തെർമോമീറ്റർ എടുത്ത് കാണിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് മരുന്ന് കൊടുക്കാം, മരുന്ന് കൊടുത്ത് ഫലിച്ചില്ല എങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കും. നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവമേടെ ഇടപെടാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അവളുടെ അമ്മൂമ്മ ഇവിടുത്തെ പ്രേക്ഷിതയാണ്. ജെറുസലേം വചന കൂടാരത്തിലേക്ക് വിളിച്ചറിയിച്ചു. മധ്യസ്ഥ സമൂഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൺവെൻഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ടീം അംഗങ്ങൾ വാഹനത്തിലിരുന്നു കൊണ്ട് അനറ്റ് മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഇതാ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലണമേ,
ഇന്ത്യൻ സീഗർ യൂണിറ്റിലേക്ക് കടന്നു ചെല്ലണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗപിതാവിൻ്റെ പക്കൽ അനറ്റുമരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് വൈകിട്ട് ഏകദേശം 6 മണിക്കാണ് സംഭവം നടക്കുന്നത്. 12 മണിയായപ്പോഴേക്കും വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, മരുന്നിൽ ആ വിഷാംശത്തിലേക്ക് അലിഞ്ഞു ചേരുന്നുണ്ട്, ഓപ്പറേഷനൊന്നും വേണ്ടി വരില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ചെറിയവരോടായ മക്കളോട് ദൈവമായ കർത്താവ് പറയുന്നു, നീ നിലവിളിച്ചാൽ, നീ ദുരിതത്തിൽ അകപ്പെട്ടാൽ നിന്റെ നിലവിളി കേൾക്കുന്ന കർത്താവാണ് ഞാൻ. വീണ്ടും ചെറിയവരോട്, എളിയവരോട്, വിധേയത്വമുള്ളവരോട് കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ്. നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ഞാൻ നിന്നെ കാണുന്നു, ഞാൻ നിന്നെ കേൾക്കുന്നു, ഞാൻ നിന്നെ അറിയുന്നു. ഞാൻ അനുസ്മരിക്കട്ടെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ടുജോ സംഗീത എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും ജെറൂസലം വചന കൂടാരത്തിലേക്ക് കടന്നു വരികയാണ്. ധാരാളം പണം ചെലവഴിച്ചു, ധാരാളം ഡോക്ടർമാരുടെ അടുത്ത് പോയി. പലരും പറഞ്ഞു കേട്ടിട്ടാണ് ജെറൂസലം വചന കൂടാരത്തിലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി 3-ാം ശനിയാഴ്ചകൾ തോറും നടക്കുന്ന ശുശ്രൂഷകളിലേക്ക് ടുജോ സംഗീത കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ പറയുകയായിരുന്നു, 7 വർഷങ്ങളായിട്ട് ആശുപത്രികളിൽ കയറി ഇറങ്ങി ഞങ്ങൾ. അവസാനമാണ് ഇവിടെ ഞങ്ങൾ ഇവിടേക്ക് കടന്നു വരാനിടയായത്. ഹൃദയവ്യതയോടെ ആരൊക്കെ വിളിക്കുന്നുണ്ടോ അവരെ അറിയുന്നൊരു കർത്താവ്, അവരെ കാണുന്നൊരു കർത്താവ്, പൊട്ടിക്കരയുന്നവരെ കണ്ണീര് തുടയ്ക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പ്രാർത്ഥിക്കുന്ന സമയത്ത് അനേക മക്കൾ വാവിട്ട് കരഞ്ഞ് ദൈവനാമം വിളിക്കുന്നതിടയിൽ ഞങ്ങളും കരഞ്ഞ് പ്രാർത്ഥിച്ചു. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ടുജോ സംഗീത ഗർഭിണിയായി മാസം തികഞ്ഞ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവൾക്ക് ബിയാട്രീസ് എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ചരിത്രത്തെയും മനുഷ്യനെയും ഭരിക്കുന്നത് ദൈവമാണ്. പക്ഷികളെയും ചെടികളെയും വളർത്തുന്നത് ദൈവമാണ്. ദൈവമക്കളെ വിശ്വാസത്തിലും സത്യസന്ധതയിലും നീതിയിലും കരുണയിലും വളർത്തുന്നത് ദൈവമാണ്. ആ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് ദൈവം ഒരുക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ ദുഃഖങ്ങൾ, സഹനങ്ങൾ, കുറവുകളെല്ലാം. നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെ, ചിരിക്കുന്ന കുഞ്ഞിനെ സ്നേഹത്തോടെ ആശ്ലേഷിക്കാൻ നമുക്ക് നല്ല കൗതുകമാണ്. കരയുന്ന കുഞ്ഞിനെയോ നമ്മൾ കോരിയെടുക്കണ്ടേ? ജയിച്ചവരെ നോക്കിക്കൊണ്ട് മിടുക്കൻ, കൺഗ്രാജുലേഷൻ എന്ന് നമ്മൾ പറയും. തോറ്റവനെ നോക്കിയും ചെറിയ അഭിനന്ദനങ്ങൾ നൽകിക്കൂടെ? ആരോഗ്യമുള്ളവരെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ പെരുമാറുന്നുണ്ടായിരിക്കാം. വിരൂപന്മാരെയും വൈകല്യമുള്ളവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നോക്കിക്കൊണ്ട് സ്വീകരിക്കാനായിട്ട് നിനക്ക് സാധിക്കുകയില്ലേ? വിശുദ്ധന്മാരോട്, സുഹൃതം ചെയ്യുന്നവരോട് നമുക്ക് അനുഭാവം തോന്നിയേക്കാം. എന്നാൽ വഴി തെറ്റി നടക്കുന്നവരോട്, ദുർവൃത്ത ജീവിതം നയിക്കുന്നവരെ കൂടി നമ്മുടെ സ്നേഹവലയത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് എത്ര പേർക്ക് സാധിക്കും? സമൂഹത്തിലെ ചെറിയവരാണ്. സമൂഹത്തിൽ ചെറിയവരോടും വില കുറഞ്ഞവരോടും പ്രശസ്തി ഇല്ലാത്തവരോടും അഡ്രസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നവരെ ദൈവം പരിഗണിക്കുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. 121-ാം സങ്കീർത്തനം 5-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. ചെറിയവരായ മക്കളെ, രോഗങ്ങളുള്ളവരെ, പീഡ സഹിക്കുന്നവരെ, വിലയില്ലാത്തവരെ, നിലയില്ലാത്തവരെ, ആരോരും ശ്രദ്ധിക്കപ്പെടാത്തവരെ, അവരോട് കർത്താവ് വചനത്തോട് പറയുന്നു, ഞാനാണ് നിന്റെ കാവൽക്കാരൻ,
നിനക്ക് തണലേകാൻ നിന്റെ വലത്തുഭാഗത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലത്തുഭാഗത്ത് ദൈവമുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? നമ്മുടെ വലത്തുഭാഗത്ത് ദൈവമുള്ളപ്പോൾ നാം എന്തിനാണ് കണ്ണീരണിയുന്നത്? 91 സങ്കീർത്തനം 14 തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ, അവൻ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, ഞാൻ അവനെ സംരക്ഷിക്കും, കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും, ദീർഘായുസ്സു നൽകി ഞാൻ അവനെ അനുഗ്രഹിക്കും. ആരോടാണ് കർത്താവ് പറയുന്നത്? യേശുവിനോട്, ദൈവത്തോട്, നിത്യജീവനോട്, കൃപയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് രക്ഷിക്കും. പാപത്തിൽ നിന്ന്, ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, പാപം ആരെയും രക്ഷിച്ചിട്ടില്ല, പിശാച് ആരെയും രക്ഷിച്ചിട്ടില്ല. ദൈവത്തിന് മാത്രമേ, യേശുവിന് മാത്രമേ രക്ഷയിലേക്ക് നയിക്കാൻ സാധിക്കുക, സംരക്ഷണം നൽകാൻ സാധിക്കുക, ദീർഘായുസ് നൽകാൻ സാധിക്കുക. വചനം പഠിപ്പിച്ചു തരുന്നു, ആരൊക്കെ എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ടോ ഞാൻ അവരെ രക്ഷിക്കും, ഞാൻ അവരെ സംരക്ഷിക്കും, ഞാൻ അവരുടെ കഷ്ടതയിൽ ചേർന്ന് നിൽക്കും, അവന് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് വേണം. ദൈവീകമായ ജ്ഞാനം നമുക്കുണ്ടായാലാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുക. നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, തിരയൊഴിഞ്ഞിട്ട് വലയിറക്കാമെന്ന് വിചാരിച്ചാൽ വലയിറക്കാൻ സാധ്യമല്ല. തിരയുടെ നടുവിലും വലയിറക്കി മത്സ്യം പിടിക്കാൻ അറിയണം. പ്രതിസന്ധികളൊക്കെ തീരട്ടെ, എന്നിട്ട് പ്രാർത്ഥനിക്കാം, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ, എന്നിട്ട് ധ്യാനമന്ദിരത്തിലേക്ക് പോകാം, എൻ്റെ പ്രതിസന്ധിയൊക്കെ മാറട്ടെ, എന്നിട്ട് ദൈവാലയത്തിൽ പോകാം. ഇങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ ജ്ഞാനമല്ല, അത് മാനുഷിക ജ്ഞാനമാണ്. മനുഷ്യനേക്കാൾ ദൈവത്തിന് വില കൽപ്പിച്ചാൽ മാത്രമേ ദൈവീകമായ കാര്യങ്ങൾക്ക് നമുക്ക് ഇടപെടാൻ സാധിക്കുക. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കൊണ്ട് അനേകം ശുശ്രൂഷകർ, അനേകം പ്രേക്ഷിതർ, ദൈവവേലയിൽ വ്യാപൃതമായവർ ഇത് സംബന്ധിക്കുന്നുണ്ട്. ഞാൻ അനുസ്മരിക്കുകയാണ്, നമുക്കൊക്കെ സന്തോഷമുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രേരണ നൽകിയ, പ്രചോദനം നൽകിയ എത്രയോ ചെറിയവരാണ് നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളത്. നിന്റെ സങ്കടങ്ങൾ, ജീവിതത്തിൽ സങ്കടമുണ്ടാകുമ്പോൾ മറുവശം കാണിച്ചു തന്നുകൊണ്ട് ആ സങ്കടത്തെ അതിജീവിക്കാൻ പ്രചോദനം നൽകിയ, ഇൻസ്പയർ നൽകിയ എത്രയോ ദൈവദാസന്മാരാണ്, ആത്മീയ പിതാക്കന്മാരാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അറിവ് നൽകി ജീവിതത്തിൻ്റെ മഹത്വം പഠിപ്പിച്ച വലിയ വലിയ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒരുപക്ഷെ മുറിവുകൾ നൽകി വേദനയുടെ സൗന്ദര്യം പഠിപ്പിച്ച നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ ഗുരുബുധന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് അനുസ്മരിക്കൂ. നാം വേദനിക്കുമെന്ന് കരുതി, നാം സങ്കടപ്പെടുമെന്ന് കരുതി എത്രയോ പേർ നമ്മോട് സംസാരിക്കാതെ മൗനമായി ആ സഹനം കർത്താവിന് സമർപ്പിച്ച് നമ്മെ വളർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ദ്രോഹങ്ങൾ മൗനമായി സഹിച്ചതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ സാമ്പത്തികമായി ഉയർന്നത്, ഭൗതികമായി ഉയർന്നത്, ആത്മീയമായി ഉയർന്നത്. നമ്മെ സഹായിച്ച ഒട്ടനവധി വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അനുസ്മരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ചെറിയവരോട് പക്ഷം ചേരാൻ, ചെറിയവരിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട അനേക മക്കളുണ്ട്. വാഴ്ത്തപ്പെട്ടവളായിരിക്കുന്ന മദർ തെരേസ, വിൻസെൻ്റ് പോൾ തുടങ്ങിയ മഹാത്മാക്കളുടെ ചരിത്രം എളിയവരോട്, ദരിദ്രരോട്, പാവപ്പെട്ടവരോട്, ഒന്നുമില്ലാത്തവരോട് പക്ഷം ചേർന്നതിൻ്റെ കഥകളാണ് അവിടെയൊക്കെ കാണുന്നത്.
യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആത്മീയ മനുഷ്യൻ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ ജീവിക്കുന്നവനാണ്. ആത്മീയ മനുഷ്യൻ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തുന്നവനാണ്. അസൗകര്യങ്ങളിലും കുറവുകളിലും അസ്വസ്ഥനാകുന്നില്ല എന്ന് അവനാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇഷ്ടാനിഷ്ടങ്ങളെ ഇല്ലാതെ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തി അസൗകര്യങ്ങളിൽ അസ്വസ്ഥനാകാതെ ദൈവത്തിലേക്ക് കണ്ണും നട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത്. അവർ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുന്നവരാണ്. ഈശോ പറഞ്ഞില്ലേ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല സ്വർഗത്തിലുള്ളവയെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുവിൻ. വിസ്താരമുള്ള വഴികളിലൂടെയല്ല, ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു നീങ്ങുക. ദൈവത്തിൻ്റെ ഈ വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് ചെറിയവരായ മക്കളുടെ ജീവിത ഗണത്തിലേക്ക് നമ്മൾ ഉയരുന്നത്. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, നമ്മുടെ സമ്പത്ത്, ആത്മീയമായ സമ്പത്ത്, ഭൗതികമായ സമ്പത്ത് സത്പ്രവൃത്തികൾക്കായി ആരൊക്കെ വ്യയം ചെയ്യുന്നുണ്ടോ അവരൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലെ വലിയവരാണ്. കുറച്ചു സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർ, കുറച്ച് വസ്തുക്കൾ കൊണ്ട് ജീവിതം സംതൃപ്തമായി തീരുന്നവർ, അവർ സമൂഹത്തിലെ ചെറിയവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആപത്തു വേളകളിലും അപകട വേളകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് കൂട്ടുചേരാനായിട്ട് കടന്നു പോകുന്നവർ സമൂഹത്തിലെ ചെറിയവരാണ്. ദൈവമായ കർത്താവ് പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. 34-ാം സങ്കീർത്തനം 18-ാം വാക്യം നമ്മൾ അവധാനപൂർവ്വം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഹൃദയം നുറുങ്ങിയവർക്ക്, മനസ്സ് തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം ഉരുകിയവരെ അവിടുന്ന് കാത്ത് സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ചെറിയവരുണ്ട്. പലതും ആഗ്രഹിച്ചിട്ട് ഒരിടത്തും എത്തിപ്പെടാൻ പറ്റാത്തവർ, പഠിച്ചു കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടാത്തവർ, ജോലിക്ക് പോയിട്ട് വേതനം കിട്ടാത്തവർ, രോഗമുണ്ടായിട്ട് അതിന് സൗഖ്യം കിട്ടാത്തവർ, ഇങ്ങനെ സമൂഹത്തിൽ വളരെയേറെ ചെറിയവരെ ഞാൻ കണ്ടുമുട്ടുകയാണ്. ഒന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ, നമ്മുടെ ജീവിതം മനോഹരമാണ്. നമ്മുടെ മനോഹരമായ ജീവിതം ദൈവം തന്ന ദാനമാണ്. ഈ ദൈവം തന്ന ജീവിതത്തിൽ നല്ല മനോഭാവങ്ങൾ, നല്ല കാഴ്ചപ്പാടുകൾ, നല്ല ചിന്തകൾ, നല്ല ബോധ്യങ്ങൾ നമ്മുടെ ഏത് ജീവിതത്തെയും സമുന്നതമാക്കി തീർക്കും, വലിയതാക്കി തീർക്കും. ദൈവസന്നിധിയിലെ പ്രീതികരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇപ്പോൾ ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങൾ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിച്ച ചെറിയവരായ മക്കളോട്, ചെറിയ അജഗണങ്ങളോട്, ചെറിയ കുടുംബങ്ങളോട്, ചെറിയ സ്ഥാപനങ്ങളോട്, ചെറിയ ശുശ്രൂഷകരോട് ദൈവമായ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ കഴിഞ്ഞു പോയ നിമിഷങ്ങളിൽ വചനം ജാഗ്രതയോടെ ശ്രവിച്ച് നന്മ ചെയ്യുവാൻ തീരുമാനമെടുത്ത് ദൈവം തരുന്ന ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച മക്കളെ ഒരിക്കൽ കൂടി ഞാൻ എടുത്ത് സമർപ്പിക്കുന്നു. ഒന്നും ഇല്ലാത്തവരെയും ഒന്നും ആകാൻ പറ്റാത്തവരെയും ദൈവത്തിൻ്റെ ആത്മാവിനെ നിറച്ച് ശ്രേഷ്ഠമായിരിക്കുന്ന വഴികളിലേക്കും ഉന്നതമായ ശുശ്രൂഷകൾ ഉയർത്തിയ പരമകാരുണികനായ കർത്താവേ, ഞാൻ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യജീവൻ്റെ പാതയിലൂടെ ഈ ശുശ്രൂഷ സംബന്ധിച്ച സർവ്വ മക്കളെയും കുടുംബങ്ങളെയും നയിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല മോക്ഷവാസികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.